നടനും DMDK അധ്യക്ഷനുമായ വിജയകാന്ത് അന്തരിച്ചു. കോവിഡ് ബാധിതനായി ചെന്നൈയിൽ ചികിത്സയിലായിരുന്നു. ചെന്നൈയിലെ ആശുപത്രിയിൽ കോവിഡ് ബാധിതനായിരിക്കെയാണ് അദ്ദേഹത്തിന്റെ അന്ത്യം. DMDK അധ്യക്ഷനായിരുന്നു. രഞ്ജിത്ത് ചേരുന്നു. രഞ്ജിത്ത്, സിനിമകളിലൂടെ ഏറെ ആസ്വാദകരെ ഉണ്ടാക്കുന്നു, അതിനുശേഷം രാഷ്ട്രീയത്തിലിറങ്ങുന്നു. രാഷ്ട്രീയത്തിലും അതുപോലെ വലിയൊരു ജനപിന്തുണയോടെ ഉയർന്നു വരുന്നു. അത്തരത്തിൽ DMDKയുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ നിരവധി ചിത്രങ്ങളുണ്ട്, വലിയ സിനിമകളുടെ ഭാഗമാകാൻ സാധിച്ചു. അങ്ങനെ വലിയൊരു ജനക്കൂട്ടത്തെ പിന്നിൽ നിർത്തിയാണ് ഇദ്ദേഹം യാത്രയാകുന്നത്. എപ്പോഴായിരുന്നു സംഭവം? എത്രത്തോളം നഷ്ടം തമിഴ് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ വിയോഗത്തിലൂടെ ഉണ്ടാകുന്നു? ധന്യ, ദീർഘകാലമായി വിജയകാന്ത് അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. നവംബർ 18 അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. അന്ന് മുതൽ അദ്ദേഹം ചികിത്സയിലാണ് കാര്യമായി തന്നെ. ഇതിനിടയിലാണ് കോവിഡ് ബാധിതനാണ് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നത്. ഇപ്പോൾ പുറത്തു വരുന്ന വിവരം കോവിഡ് ബാധയെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിക്കുന്നത്. അതുകൂടി ഇതിന് കാരണമായി എന്നുള്ളതാണ്. നമുക്കറിയാം, ദീർഘകാലമായി തമിഴ് സിനിമയിലെ സൂപ്പർ താരമായിരുന്നു വിജയകാന്ത്. അദ്ദേഹത്തിന്റെ സിനിമകൾ വമ്പൻ, ക്യാപ്റ്റൻ പോലെയുള്ള സിനിമകൾ വമ്പൻ ഹിറ്റുകളായിരുന്നു തമിഴ് സിനിമയിൽ. രജനീകാന്തിന്റെ ശേഷം തമിഴ് സിനിമയിൽ ഉയർന്നു വന്ന ഒരു സൂപ്പർ താരം കൂടിയായിരുന്നു വിജയകാന്ത്. ക്യാപ്റ്റൻ വിജയകാന്ത് എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് എന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആരോഗ്യനില മോശമായ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പശ്ചാത്തലം ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം തന്നെ തന്റെ കോവിഡ് ബാധയെക്കുറിച്ചുള്ള രോഗവിവരങ്ങൾ പങ്കുവച്ചിരുന്നു. ഇടയ്ക്ക് നവംബർ 18 ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ചില വാർത്തകൾ പുറത്തു വന്ന് അദ്ദേഹത്തിന്റെ ആരോഗ്യനില വളരെ മോശമാണെന്നും മരണത്തിലേക്ക് അദ്ദേഹം പോവുകയാണെന്നും ഒക്കെയുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ പിന്നീട് ഇത് വ്യക്തമാക്കുകയുണ്ടായി. മരണം സംഭവിച്ചിട്ടില്ല, അദ്ദേഹം എപ്പോഴും ആരോഗ്യവാനായി ഇരിക്കുന്നു എന്നുള്ള കാര്യം. വർഷങ്ങളായി അദ്ദേഹത്തിന്റെ ആരോഗ്യം ആശങ്കാജനകമാണ്. ഇതിനിടയിലാണ് സജീവ രാഷ്ട്രീയത്തിൽ നിന്നും അദ്ദേഹം പിന്മാറുകയും ഭാര്യ പ്രേമലതയെ ചുമതലകൾ ഏൽപ്പിക്കുകയും ചെയ്ത സാഹചര്യം ഒരുങ്ങി വന്നത്. 2005 അദ്ദേഹം തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത് എന്നുകൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം MLA സീറ്റും 8% വോട്ടുകൾ നേടുകയും തുടർന്ന് തമിഴ്നാട്ടിലെ പ്രതിപക്ഷ നേതാവായി മാറുകയും ചെയ്ത പശ്ചാത്തലമുണ്ടായിരുന്നു. 1952 ജനുവരി ഓഗസ്റ്റ് 25 അദ്ദേഹം ജനിച്ചത്. തിരുമംഗലം മധുരയിലാണ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം. ഒപ്പം ദേശീയ മൂർപ്പോക്ക് ദ്രാവിഡ കഴകം DMDK എന്നുള്ള രാഷ്ട്രീയ പാർട്ടിയുമായി 2005 അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരികയായിരുന്നു. അദ്ദേഹം അത്തരത്തിൽ 10ാം ക്ലാസ് വരെ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നുവെങ്കിൽ പോലും അദ്ദേഹം തമിഴ് സിനിമയിൽ തന്റെ വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന കാഴ്ചയും നമ്മൾ കാണുകയുണ്ടായി. 180-ൽ പരം സിനിമകൾ അദ്ദേഹം സാന്നിധ്യമായിരുന്നു. ഒപ്പം ഈ സിനിമകളിലൊക്കെ മിക്ക സിനിമകളും വമ്പൻ ഹിറ്റുകളായി മാറുകയും തമിഴ്നാട്ടിൽ വലിയ പേര് നേടുകയും ചെയ്ത ക്യാപ്റ്റൻ എന്ന് വിളിച്ചതുപോലും അത്തരത്തിലൊരു സിനിമയുടെ ഭാഗമായി 80-90 കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് അദ്ദേഹം വലിയ ആക്ഷൻ ഹീറോ എന്നുള്ള നിലയിൽ മറ്റുള്ളവരെക്കാൾ ഒരു പിടി മുന്നിലെത്തിയ പല സിനിമകളുമുണ്ട്. അദ്ദേഹത്തിന് സ്റ്റേറ്റ് അവാർഡിലേക്കും മറ്റ് രാജ്യം മുഴുവൻ ശ്രദ്ധിക്കുന്ന തരത്തിലേക്കുമുള്ള കഥാപാത്രങ്ങളെ നൽകാൻ സാധിച്ചു. അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ഏതൊക്കെയാണ് കൂടുതലായി എടുത്തു പറയേണ്ടത്? അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഈ ക്യാപ്റ്റൻ എന്ന, ഇല്ലെങ്കിൽ തമിഴത്തെ ഒരു എവർഗ്രീൻ ആക്ടർ എന്നുള്ള നിലയിലേക്ക് അദ്ദേഹം എത്തിയത് എത്രത്തോളം ബുദ്ധിമുട്ടിയാണ്? പ്രത്യേകിച്ച് അത്രയും വലിയ ഇൻഡസ്ട്രിയാണ്, അത്രയും അധികം നായകന്മാർ ഒരുമിച്ച് നിൽക്കുന്ന 80-70 കാലഘട്ടത്തിൽ അങ്ങനെ വലിയൊരു രീതിയിൽ ശ്രദ്ധിക്കപ്പെടാൻ, ഇല്ലെങ്കിൽ ഇത്തരത്തിലൊരു നടൻ എന്ന നിലയിൽ ആ രീതിയിൽ ഉയരാൻ അദ്ദേഹത്തിന് സാധിച്ചു. സിനിമയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ സിനിമകളെ കുറിച്ച് പറഞ്ഞാൽ 1990 മുതൽ 99 വരെയാണ് അദ്ദേഹം വിവിധ സിനിമകളിലൂടെ തമിഴകത്ത് നിറഞ്ഞു നിന്നത് എന്നത് ശ്രദ്ധേയമാണ്. ഇതിൽ മിക്കതും ആക്ഷൻ ത്രില്ലർ സിനിമകളിലൂടെയാണ് അദ്ദേഹം തമിഴ് പ്രേക്ഷകരുടെ മനം കവർന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. വിവിധങ്ങളായ പരാജയങ്ങൾ ആദ്യ കാലഘട്ടത്തിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. പിന്നീട് ദൂരത്തു, ഇടിമുഴുക്കം എന്ന സിനിമകളിലൂടെ അദ്ദേഹം വെന്നിക്കൊടി പാറിച്ചു. ഈ സിനിമകൾ ഹിന്ദി, തെലുങ്ക്, മലയാളം, കന്നഡ എന്നീ ഭാഷകളിൽ വലിയ തോതിൽ വിജയമാകുന്ന സാഹചര്യവും നമ്മൾ കണ്ടതാണ്. ഈ സിനിമകൾക്ക് ശേഷം വിജയകാന്ത്
തമിഴ് സിനിമയിലെ മുൻനിര നായകന്മാരിൽ ഒരാളായി മാറി. 84-ൽ ഒരു തമിഴ് നടൻ എന്ന നിലയിൽ വിജയകാന്ത് ഒരു വർഷത്തിൽ 18 സിനിമകൾ അദ്ദേഹം ചെയ്ത് റെക്കോർഡിട്ട ഒരു പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. 84 മുതൽ ഒരു വർഷത്തിൽ 18 സിനിമകൾ അദ്ദേഹം വേഷമിട്ടു. ഈ 18 സിനിമകളിൽ മിക്ക സിനിമകളും വൻ വിജയമായിരുന്നു എന്നുള്ളതാണ്. 79-ൽ അദ്ദേഹം എം.എ. കാജ സംവിധാനം ചെയ്ത ഇനിക്കും ഇളമൈ എന്ന തൻ്റെ ആദ്യ സിനിമയിൽ വില്ലനായാണ് തമിഴ് സിനിമയിലേക്ക് കടന്നു വന്നത്. പിന്നീട് നിരവധിയായ അവാർഡുകൾ അദ്ദേഹം നേടുകയുണ്ടായി. തമിഴ്നാട് സർക്കാരിൻ്റെ കലൈമാമണി അവാർഡ്, മികച്ച നടനുള്ള അവാർഡ് 89-ൽ, മികച്ച നടനുള്ള ഫിലിംഫെയർ അവാർഡ് 88-ൽ, ദക്ഷിണേന്ത്യൻ സിനിമാ പ്രവർത്തക സംഘടനയുടെ മുൻ പ്രസിഡന്റാണ് അദ്ദേഹം. തമിഴ്നാട്ടിലെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടി ദേശീയ മൂർപ്പോക്ക് ദ്രാവിഡ കഴകം രൂപീകരിച്ചാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത്. 2010-ൽ അദ്ദേഹം ക്യാപ്റ്റൻ TV എന്ന് വിളിക്കുന്ന 24 മണിക്കൂർ ടെലിവിഷൻ ചാനലും സ്ഥാപിച്ച് ആ രംഗത്തും അദ്ദേഹത്തിൻ്റെ മേൽക്കോയ്മ അല്ലെങ്കിൽ ഒരു സ്ഥാനം അദ്ദേഹം അത്തരത്തിൽ പ്രതിഷ്ഠിക്കുകയുണ്ടായി. ഋഷിവന്തിയം നിയോജക മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം രണ്ടാമത് വിജയിക്കുകയും MLA സ്ഥാനം നേടുകയും 2011-ൽ പ്രതിപക്ഷ നേതാവായി അദ്ദേഹം മാറുകയും ചെയ്തത്. അങ്ങനെ തമിഴ് രാഷ്ട്രീയത്തിൽ ഏറെ പ്രധാനപ്പെട്ട പങ്കാളിത്തം അല്ലെങ്കിൽ സംഭാവന നൽകുന്നതിനിടെയാണ് ഇത്തരം വലിയ ഒരു രോഗബാധിതനായി അദ്ദേഹം മാറുകയും 2016-ൽ അദ്ദേഹം വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു എങ്കിലും വില്ലുപുരം ജില്ലയിലെ ഉലുന്തുർപേട്ട നിയോജക മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം മത്സരിച്ചത്. 2016-ൽ അദ്ദേഹം ആ 2 സീറ്റിലും തോൽക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടാവുകയുണ്ടായി. അദ്ദേഹം പിന്നീട് 2015-ൽ അദ്ദേഹം തമിഴ് വ്യവസായത്തിൽ തൻ്റെ സാന്നിധ്യം വീണ്ടും രേഖപ്പെടുത്തുന്നു. മകനൊപ്പം അദ്ദേഹം അഭിനയിക്കുന്ന 2015-ലെ സിനിമ അത് സക്പാത്തം എന്ന സിനിമയിൽ മകനൊപ്പം അഭിനയിച്ചാണ് അദ്ദേഹം വീണ്ടും സിനിമയിലേക്ക് ഈ രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തിനിടയിലും കടന്നു വന്നത് എന്ന് പ്രധാനമാണ്. 150-ലധികം സിനിമകളിലൂടെയാണ് അദ്ദേഹം തമിഴ് സിനിമയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചത്. തുടർന്നാണ് ഈ കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹം ചികിത്സയിലാവുകയും ആശുപത്രി വാസത്തിലായിരുന്നു. ആരോഗ്യസ്ഥിതിയൊക്കെ ഏറെ മോശമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളൊക്കെ ഇടയ്ക്ക് പുറത്തു വന്നിരുന്നു. ആ ചിത്രങ്ങളൊക്കെ പുറത്തു വന്ന അപ്പോൾ തന്നെ അതിൻ്റെ ആരോഗ്യസ്ഥിതി നമുക്കറിയാം ദൃഢഗാത്രനായിരുന്നു അദ്ദേഹം. പക്ഷേ പിന്നീട് അദ്ദേഹത്തിൻ്റെ ശരീരമൊക്കെ വല്ലാതെ മെലിഞ്ഞ് രോഗം അദ്ദേഹത്തെ കാര്യമായി തന്നെ ബാധിച്ച പശ്ചാത്തലമുണ്ടായി. തുടർന്നാണ് ഇപ്പോൾ ഈ കോവിഡ് ബാധ സംഭവിക്കുകയും ഇത്തരം വലിയ ഈ മരണത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും തമിഴ് സിനിമയ്ക്ക് 154 സിനിമകളാണ് അദ്ദേഹം വേഷമിട്ടത്. തമിഴ് സിനിമയ്ക്ക് വലിയ നഷ്ടമാണ്. ഒപ്പം തമിഴ് രാഷ്ട്രീയത്തിനും വലിയ നഷ്ടമായി മാറുന്നു.